വോയിസ് ഓഫ് ദി ചർച്ച് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് മലങ്കര കത്തോലിക്ക സഭയുടെ അധിപനായിട്ടുള്ള ആർച്ച് ബിഷപ്പ് കാർഡിനലായിട്ടുള്ള മാർ ക്ലീമീസ് പിതാവാണ്. പൊതുമേഖലയിലും സഭയിലും വളരെ അധികം ആക്റ്റീവായിട്ടുള്ള പിതാവിനെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. സഭയുടെ ശബ്ദമെന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഇന്ന് കേൾക്കാം. പിതാവേ, ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായി. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മളുടെ കേരളത്തിൽ വസിക്കുന്ന കുടുംബങ്ങളിലെ ചെറുപ്പക്കാർ, കുട്ടികൾ, വിദ്യാർത്ഥികളായിട്ടുള്ളവർ അവരുടെ ഒരു ചെറുപ്രായം മുതൽ, തിരിച്ചറിവിൻ്റെ പ്രായം മുതൽ അവരുടെ ഒരു സ്വപ്നമായി തീർന്നിരിക്കുകയാണ് വിദേശത്തേക്ക് പോവുക, ജോലി ചെയ്യാൻ വിദേശത്തേക്ക് പോവുക. സാഹചര്യങ്ങൾ അതിന് അവരെ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ട്. മാതാപിതാക്കളെ മക്കളെ വിദേശത്തേക്ക് അയക്കാൻ നിർബന്ധിക്കുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട്. നമ്മൾ ആദ്യം സൂചിപ്പിച്ച കൃഷിയുമായി ബന്ധപ്പെട്ട വിഷയം, വരുമാനമില്ലാത്ത വിഷയം, ഇനി ജോലിയാണെങ്കിൽ തന്നെ സാധാരണ ജോലിക്ക് നമ്മളുടെ മക്കളുടെ സ്വപ്നത്തിനൊത്ത ഒരു പ്രതിഫലം ലഭിക്കാത്ത സാഹചര്യം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നത് പോലെ അല്ല. യൂറോപ്യൻ രാജ്യങ്ങളിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ അമേരിക്കയിലോ കാനഡയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഇവർ തിരിച്ചിങ്ങോട്ട് വരികയില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഇത് പിതാവ് ഇതിനെ എങ്ങനെ കാണുന്നു? ഇത് നമ്മളുടെ സഭയെ ബാധിക്കുമോ? പിതാവിൻ്റെ ഒരു വീക്ഷണം എന്താണ്? നമ്മൾ പോകാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ മക്കൾ പോകുന്നു. നമ്മൾ പോകാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ മക്കൾ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു. നമ്മൾ കാണാത്ത വിദേശികളുടെ ഇടയിൽ നമ്മുടെ ആളുകൾ ഒരുമിച്ച് ജീവിക്കാൻ പഠിക്കുന്നു. ഒരു പോസിറ്റീവായ കാര്യമാണ്. സഭയെ സംബന്ധിച്ച് നമുക്ക് ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചേ മതിയാവും. നമ്മൾ ഇവരെ അനുധാവനം ചെയ്യുകയല്ലാതെ മറ്റ് നിവൃത്തിയിൽ പാസ്റ്ററൽ അക്കമ്പനിമെൻറ്റ്, അജപാലനപരമായ കൂടപ്പോക്ക് നമുക്ക് ആവശ്യമുണ്ട്. അവർക്ക് നമുക്ക് അതിനുള്ള ഒരു പ്രൊവിഷൻ, അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിലെ നമ്മൾ അനുഭവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥ, അതൊരു പക്ഷേ നമ്മുടെ കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് ആണ്. എങ്കിൽ പോലും യാഥാർത്ഥ്യം ഈ കേരളത്തിൽ നമ്മൾ ഒരു വൃദ്ധസദന നടത്തിപ്പുകാരായി തീരുന്ന ഒരവസ്ഥ. എല്ലാ ചെറുപ്പക്കാരും വിദേശത്തേക്ക് അങ്ങ് പോയി എന്നോ പോകുമെന്നോ അല്ല അർത്ഥം. എങ്കിലും ഗണ്യമായ കൂടുതൽ മികവിന് സാധ്യതയുള്ള ഒരു പെർസെൻറ്റേജാണ് പോവുക. കുടിയേറ്റം എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അവർ റിസ്ക് എടുത്ത് പോകാൻ കഴിവുള്ളവരാണ്. അങ്ങനെ ഒരു റിയാലിറ്റി ഇവിടെയുണ്ട്. കേരളത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ ഐസൊലേറ്റഡായി പോകുന്ന, അതായത് ഇവിടുത്തെ ഒരു സാമൂഹിക സന്തുലിതാവസ്ഥയുടെ ഒരു കാര്യം വരുമ്പോൾ ഒരു വശത്തേക്ക് ഇത് താഴുന്നു. നമ്മുടെ ആളുകളുടെ എണ്ണം തുലവും കുറയുന്നു. നമുക്ക് സ്വാധീനം ചെലുത്താൻ പര്യാപ്തമായ മികവുള്ള ആളുകളുടെ അഭാവം നമ്മളെ ഒറ്റപ്പെടുത്തുന്നു. ഇതെല്ലാം സംഭവിക്കുന്നു. ഇത് യാഥാർത്ഥ്യമാണ്. ഇതിന് കൂടെ പോകുന്നവരോടൊപ്പം പോവുക, ഇവിടെയുള്ളവരെ ഇവിടെ നിർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത് നമ്മളിവിടെ നിർത്തുക എന്നതല്ലാതെ നമുക്കൊരു ബാൻ ചെയ്യാനോ ഒന്നും സാധ്യമല്ല. ഗവൺമെൻറ്റിന് പോലും സാധ്യമല്ല. അങ്ങനെ ചില രാജ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ പുറത്തേക്ക് പോകരുത് എന്ന് പറയാൻ സാധിക്കില്ല. അവർക്ക് തൊഴിൽ നൽകാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തൊഴിൽ സാധ്യത കിട്ടുന്നിടത്തേക്ക് പോകട്ടെ എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെയുള്ളവരെ സംരക്ഷിക്കാൻ എന്തെങ്കിലും പദ്ധതികൾ നമ്മൾ കണ്ടെത്തേണ്ടത്, തൊഴിലധിഷ്ഠിതമായ ചില സമ്പ്രദായങ്ങൾ, ജോലികൾ നമുക്ക് വരണം. കൃഷി ഗൗരവമായി സഭയും അർഹിക്കുന്ന പരിഗണന കൊടുത്ത് അതിലേക്ക് ആളുകളെ കൂടുതൽ ആകർഷിക്കത്തക്കതുപോലെ നമുക്ക് പരിശ്രമം ചെയ്യേണ്ടതായിട്ടുണ്ട്. മൈഗ്രേഷൻ ഈസ് എ റിയാലിറ്റി. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. അതാണ് ഞാൻ പോസിറ്റീവായി പറഞ്ഞത്. നമ്മൾ പോകാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ മക്കൾ പോകുന്നു. നമ്മൾ പോകാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ മക്കൾ പോയി ജീവിച്ച് നമ്മുടെ വിശ്വാസം അവിടെ ആഘോഷിക്കുന്നു.
പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടിയേറ്റക്കാരുടെ മക്കൾ അവിടെ ചെന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നതിൽ ഒരു വലിയ പ്രചോദനമുണ്ട്. പള്ളികൾ സജീവമാകുന്നു. അപ്പോൾ പല ബിഷപ്സും പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ പീപ്പിൾ അവർ ചർച്ചസ് ആർ അഗെയിൻ ആക്റ്റീവ്. അതൊരു പോസിറ്റീവായ കാര്യമാണ്, വലിയ കാര്യമാണ്. അപ്പോൾ അതൊരു നമ്മളുടെ ഒരു സുവിശേഷ സാക്ഷ്യത്തിന് നമ്മളുടെ മക്കളുടെ ഈ സാന്നിധ്യം സഹായിക്കുന്നു എങ്കിൽ നമുക്ക് വളരെ അത് പ്രയോജനമാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ അപകടകരമായ മറ്റൊരു കാര്യമുള്ളത്, വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഉച്ചകോടിയിലുള്ള രാജ്യങ്ങളിലാണ് ജീവിക്കുന്നത്. ഇത് പിന്നീട് വിസ്മരിക്കപ്പെടാൻ സാധ്യത വളരെ ഏറെയാണത് ദൈവബോധം. അപ്പോൾ അതുകൊണ്ട് അതിൽ വളരെ ശ്രദ്ധയും ആവശ്യമുണ്ട്. എങ്കിലും ഇതൊരു യാഥാർത്ഥ്യമാണെന്ന അംഗീകാരത്തോടു കൂടി വേണം നമ്മളിതിനെ സമീപിക്കാൻ. ഞാൻ വാസ്തവത്തിൽ പിതാവിനോട് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം പിതാവ് ഇങ്ങോട്ട് പറയുക ചെയ്തത്. അപ്പം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, നമ്മൾ മലബാർ കുടിയേറ്റം എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പം ഞാനൊക്കെ എൻ്റെ പിതാവൊക്കെ അതിൻ്റെ ഭാഗമാണ്. അന്ന് മലബാറിലേക്ക് കുടിയേറിയ സമയത്ത് നമ്മുടെ പിതാക്കന്മാർ അന്ന് പ്രധാനമായും അവർ കൊണ്ടുവന്ന സമ്പത്ത് അവരുടെ വിശ്വാസമായിരുന്നു. അവർ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ മലബാറിൽ അവർ വേരുറപ്പിച്ചത്. അപ്പം നമ്മളുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുമ്പം ഈ വിശ്വാസം കൊണ്ടാണോ പോകുന്നത് എന്നായിരുന്നു ഞാൻ പിതാവിനോട് ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം. അതിന് ഭാഗികമായ ഉത്തരം എനിക്ക് ലഭിച്ചു. പിതാവ് ധാരാളം വിദേശ രാജ്യങ്ങളിൽ പോവുകയും കാണുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്ക് സാരാമിൻ്റെ പ്രേക്ഷകർ കേൾക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ സാക്ഷ്യത്തിന് ഉതകുന്ന തരത്തിലുള്ള വിശ്വാസ ജീവിതം നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പരിധിവരെ അതിനുള്ള സാധ്യതയുമുണ്ട്. കാരണം അവർ വീട് വിട്ട് വിദേശത്തേക്ക് എത്തുമ്പോൾ അവർക്കൊരു പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുകയാണ്. ഒരു ഐസൊലേഷൻ അവർക്ക് ഫീൽ ചെയ്യും. ആ ഐസൊലേഷനിൽ നിശ്ചയമായും അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വിശ്വാസം പുറത്തേക്ക് വരും എന്നുള്ളതൊരു വസ്തുതയാണ്. അവരുടെ ആ ഭീതിയിൽ അവരെ സംരക്ഷിക്കാൻ ദൈവം ഉണ്ടാവണം എന്നുള്ള ചിന്ത, ദൈവമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത, അത് അവരിൽ വളരാൻ നല്ല സാധ്യതയുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കേൾവിയാണ്. നന്നായിരിക്കട്ടെ എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, വേറൊരു റിയാലിറ്റി എന്ന് പറയുന്നത്, ഒരു 10-15 വർഷം മുമ്പ് ഞാൻ വായിച്ചതാണ്. യൂറോപ്പിൽ ബ്രിട്ടനിൽ ഒരു സർവേ നടത്തിയപ്പോൾ അവിടുത്തെ പെൺകുട്ടികൾ, വിവാഹപ്രായമായ യുവതികളിൽ 70% ആളുകളും വിവാഹം കഴിച്ച കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ വിവാഹം കഴിക്കാതൊരു ജീവിതമാണ് അവർക്കിഷ്ടം. നേരെ മറിച്ച് 30% പുരുഷന്മാർ മാത്രമാണ് അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിക്കുന്നത്. 70% പുരുഷന്മാരും വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കാനാണ്. ഇതിൻ്റെ ഒരു ചെറിയ റിഫ്ലക്ഷൻ ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. പെൺകുട്ടികൾ വിവാഹത്തോട് വിമുഖത കാണിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. വിവാഹം വൈകിപ്പിച്ച് കൊണ്ടുപോവുക, വൈകിപ്പിച്ചെത്തിയാൽ തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, അഥവാ വിവാഹം കഴിച്ചാൽ തന്നെ പ്രസവിക്കാൻ താല്പര്യമില്ല. പ്രസവിക്കുകയാണെങ്കിൽ തന്നെ ഒരു കുഞ്ഞ് മതി, അതിനപ്പുറത്തേക്ക് വേണ്ട. ഇത് ഒരു നിശ്ചയമായും ഒരു നല്ല സംഗതിയല്ല. കാരണം ഞാൻ എപ്പോഴും എനിക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലും എല്ലാ സ്റ്റേജുകളിലും ഞാൻ പറയുന്നതാണ്, ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് മറ്റൊരു മനുഷ്യനെ ഈ ഭൂമിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യന് ജന്മം കൊടുക്കുക എന്നുള്ളതിനെ കഴിഞ്ഞും വലിയൊരു സേവനം ആർക്കും ഈ ഭൂമിയിൽ ചെയ്യാനാവില്ല. ആ ഒരു ബോധ്യം നമ്മളുടെ പുതിയ തലമുറയിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ഒരു അമ്മയാവുക, അച്ഛനാവുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യമാണെന്നും മനുഷ്യജീവിതത്തിലെ ആത്യന്തികമായ ചില കാര്യങ്ങൾ തലമുറകൾ തുടർന്നു പോവുക എന്നുള്ളതാണെന്നും, അല്ലാതെ ജോലി ചെയ്യുക, നമ്മളാദ്യം പറഞ്ഞു നമ്മൾ മരണക്കിടക്കയിലെത്തുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ആ ഒരവസ്ഥയിൽ നമ്മളുടെ തൊഴിലോ അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചതോ ഒന്നുമല്ല, ഈ പറഞ്ഞ ചില കാര്യങ്ങളാണ് ബാക്കി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എനിക്ക് ഭൂമിയിൽ ഒന്നും അവശേഷിപ്പിച്ച് പോകാനില്ലാത്ത ഒരു നിലയിലേക്ക് നമ്മുടെ പുതിയ തലമുറയുടെ ചിന്ത മാറുന്നുണ്ടോ? പിതാവ് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. സാറിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്, അല്പം വേദനയും ഉത്കണ്ഠയും ഉളവാക്കുന്നതുമാണ്. ഈ വിവാഹ കൂദാശയെ സംബന്ധിക്കുമ്പോൾ ഞാൻ ഈ യുവദമ്പതികളോട് പറയുന്ന പ്രസംഗത്തിൽ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. മകളെ, മകനെ, നിങ്ങൾ രണ്ടുപേരും തലമുറകൾക്ക് മാതാവും പിതാവുമാണ്, ആകാൻ വിളിക്കപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെയുടെയും ഇന്നിൻ്റെയും ഭാഗമാണ്, നാളെയുടെ ഭാഗമാകാൻ ഉള്ളവരാണ്. അപ്പോൾ തലമുറകൾക്ക് മാതാവും പിതാവുമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ ദേവാലയത്തിൽ നിന്ന് പോകുന്നത്.
നിങ്ങൾ രണ്ടുപേരുടെയും ഒരു പ്രൈവറ്റ് കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമല്ല. ദാറ്റ്സ് എ മ്യൂച്വൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ യു. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു വലിയ ബന്ധത്തിൻ്റെയും ആത്മാർത്ഥമായ ഒരു പങ്കാളിത്തത്തിൻ്റെയും ഭാഗമാണ്. എങ്കിലും നിങ്ങൾ കുടുംബമെന്ന ഇന്നലെയും ഇന്നുമുള്ള നാളെ ഉണ്ടായിരിക്കേണ്ട ഒരു ദൈവിക സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വിശ്വാസമുള്ള ഒരു സമൂഹം എന്ന നിലയിൽ തലമുറകളിലേക്കുള്ള പകർച്ച, വ്യാപനം, ഇത് വേണ്ട എന്ന് വയ്ക്കുന്നത് എന്തെങ്കിലും ആശങ്കയുടെ പേരിലാണ്. നമുക്ക് കുട്ടികൾ വേണ്ട എന്ന് ദമ്പതികൾ തീരുമാനിക്കുന്നതിൻ്റെ പിറകിൽ ഒരാശങ്കയുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ ആശങ്ക പലപ്പോഴും മറ്റ് വിവാഹിതരിൽ കാണുന്ന ചില അസ്വസ്ഥതകൾ കണ്ട് ഭയപ്പെട്ടാകാം. ഇതൊരു എന്നേക്കുമുള്ള ഓബ്ലിഗേഷനായിട്ട് മാറുകയാണ് ഈ മക്കളുടെ ഒരു സ്ഥാനം. പിന്നീട് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ആര് വഹിക്കുമെന്നുള്ളതും ഒരുപക്ഷെ ഇവർക്ക് ഈ ആകുലത നൽകുന്നുണ്ടാകും. എന്നാലും ജനറോസിറ്റിയുടെ ഭാഗമല്ലെന്ന് 100% നമുക്ക് ഉറപ്പുണ്ട്. എന്തോ ഒരു ആകുലതയുടെ ഭാഗമാണ്. ഈ ആകുലതയുടെ ഭാഗം തന്നെയാണ് എനിക്ക് വിവാഹ ജീവിതം വേണ്ട എന്ന് വയ്ക്കുന്നത്. ജോലി സംബന്ധിച്ചും പഠനം സംബന്ധിച്ചും സ്വകാര്യത സംബന്ധിച്ചും ചിലപ്പോൾ പറയും മക്കളിപ്പോൾ നമുക്ക് വേണ്ട. പിന്നീട് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന അനേക ഇടങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന ദമ്പതികളെ കണ്ടിട്ടുണ്ട്. അവരുടെ ഒരു സ്വകാര്യമായ വളരെ വ്യക്തിപരമായ അല്പസ്വാർത്ഥത കൂടിയ ഒരു തീരുമാനം, ഇപ്പോൾ ഈ കഷ്ടപ്പാടെടുക്കാൻ എനിക്ക് വയ്യ എന്ന് തീരുമാനിച്ചത് കൊണ്ട് മക്കളെ വേണ്ട എന്ന് വെച്ചു. പിന്നീട് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ട് ആകുലതയും തന്നെ നമ്മൾ വിളിക്കണം. അവരനുഭവിക്കുന്നൊരു പേഴ്സണൽ ആങ്സൈറ്റി, ഒരു ക്രൈസിസ്, അങ്ങനെ അല്ലെന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ആ ആകുലതയ്ക്ക് ചില പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തണം. കുടുംബജീവിതം എന്താണെന്ന് ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് മറ്റുള്ളവർക്ക് സാധിക്കണം. ഇനി വിവാഹം കഴിക്കേണ്ടുന്ന ഒരു പ്രായം അത് പോസ്റ്റ്പോൺ ചെയ്ത് വയ്ക്കുന്നത് പേഴ്സണൽ ഡിസിഷനാണ്. ആ ഡിസിഷൻ്റെ പുറകിൽ ഒരല്പം സെൽഫിഷ്നെസ് കലരുന്നില്ലേ എന്ന് സ്വാഭാവികമായി ഞാൻ ചിന്തിക്കുന്നു. മക്കൾ വേണ്ട എന്ന് പറയുന്ന ആളുകൾ തിരിച്ചറിയേണ്ട കാര്യം, നീ അങ്ങനെ ജനിച്ചു, നിൻ്റെ മാതാവും പിതാവും തീരുമാനിക്കുകയായിരുന്നു നീ വേണ്ട, മക്കളെ വേണ്ട എങ്കിൽ ആ വീട്ടിലെ 5 മക്കൾക്ക് എന്ത് സംഭവിക്കുമായിരുന്നു? ഇത് നമ്മൾ പറയുമ്പോൾ പഴങ്കഥയായിട്ട് തോന്നാം, ഇത് സത്യമായ കാര്യമല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന് എനിക്ക് ഗർഭം ധരിക്കാനും പ്രസവിക്കാനും 9 മാസം കൊണ്ടു നടക്കാനും മനസ്സില്ല എന്ന് പറയുന്ന ആളുകളെക്കുറിച്ച് സാറ് സൂചിപ്പിച്ചു. അവരുടെ എണ്ണം കൂടുന്നത് നമ്മുടെ ഈ ആകുലതയ്ക്ക് ഒരു ഉചിതമായ പരിഹാര മാർഗം അവർക്ക് ലഭിക്കാത്തത് കൊണ്ടും കേൾക്കാത്തത് കൊണ്ടും ബോധ്യപ്പെടാത്തത് കൊണ്ടുമാണ്. പക്ഷേ അങ്ങനെ ഒരു ലോകമുണ്ടോ? അങ്ങനെ ഒരു ലോകത്തിന് സാധ്യതയുണ്ടോ? കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്ന ഒരു രീതി നമുക്ക് പണ്ടുണ്ടായിരുന്നു. എന്താണ്? ഒരു കാരണവശാലും മക്കൾ ജനിക്കാൻ സാധ്യതയില്ല എന്ന് കരുതുമ്പോൾ അവർ പോയി ഏതെങ്കിലും പാവപ്പെട്ട ഒരു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന, അതൊക്കെ നമുക്കൊരു എക്സെപ്ഷണൽ ക്രമീകരണമായിരുന്നു. മക്കൾ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ തലമുറകൾ വേണ്ട എന്നാണ് നീ പറയുന്നത് എന്ന ബോധ്യമൊന്നുമില്ല. അപ്പം ഇത് നമ്മൾ ഈ പറയുന്ന തിയറി, ഇപ്പോൾ നമ്മൾ പറയുന്ന സഭയുടെ സമീപന രീതി കാലഹരണപ്പെട്ടതാണെന്ന് ഈ കൂട്ടരെല്ലാം വിചാരിക്കുന്നു. പക്ഷേ ഈ കാര്യം പറയാതിരിക്കാൻ സഭയ്ക്ക് കഴിയില്ല. ഒരു നിയന്ത്രണവുമില്ലാതെ ഇഷ്ടംപോലെ മക്കൾ ജനിക്കണം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല. നിങ്ങൾക്ക് സാധ്യമാകുന്ന, നിങ്ങൾക്ക് മനസ്സിലായ രീതി അനുസരിച്ച്, നമുക്കാവശ്യമുള്ളതനുസരിച്ച് നമുക്ക് കുടുംബത്തിൽ മക്കൾ വേണം, സമൂഹത്തിൽ
പുതിയ തലമുറ വേണം. തലമുറ. ഇപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഈസ് ദ ബെസ്റ്റ് റിസോഴ്സ് എന്നാണ് പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. സിലബസ് മാറ്റിയിട്ടില്ല, ഈ ഈ ഈ സെൻറ്റൻസ് വെട്ടി മാറ്റിയിട്ടില്ല. നമ്മൾ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ്. ഹ്യൂമൻ റിസോഴ്സിന് പകരം റോബോട്ടിക്സ് ടെക്നോളജി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. ഹ്യൂമൻ റിസോഴ്സ് ഈസ് ദ ബെസ്റ്റ് റിസോഴ്സ് എന്ന് പഠിപ്പിക്കുകയും പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ള ചിന്ത കൊണ്ടു നടക്കുകയും കുടുംബത്തിൽ അത് അപ്രായോഗികമാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു കാര്യത്തിന് ഇങ്ങനെ കൂട്ടുനിൽക്കുക. അപ്പോൾ സഭയ്ക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ വിവാഹം കഴിക്കേണ്ടുന്ന സമയത്ത് വിവാഹം നടക്കണം, മക്കളുണ്ടാകണം, തലമുറകളിലേക്കത് വ്യാപിക്കണം. പള്ളിയിൽ ആൾ കുറയുമെന്നുള്ളതല്ല വിഷയം നമ്മുടേത്. നമ്മുടെ വിഷയം തലമുറകൾ നിന്നു പോകുമെന്നുള്ളതാണ്. അത് ദൈവം നൽകിയ വിവേചനം അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ വിവാഹ ജീവിതത്തിൻ്റെ അപജയങ്ങൾ കണ്ടിട്ട് ആളുകൾ ഭയപ്പെടുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അത് മറ്റുള്ളവരുടെ ദുർമാതൃകയോ മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ കാരണം സംഭവിക്കുന്നതാണ്. അത് നമ്മൾ പരിഹരിക്കണം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ റോൾ മോഡൽസാണ് നോക്കുന്നത്. അപ്പോൾ നല്ല ഐഡിയൽ ഫാമിലീസ്. ഞാനൊരിക്കലും പെൺകുട്ടി വിവാഹമോചനത്തിൻ്റെ വക്കിലേക്ക് പോകുമ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മ, പെൺകുട്ടിയല്ല വിവാഹിതയുടെ അമ്മ വിളിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് സംസാരിച്ചപ്പോൾ ആ മകളിങ്ങനെ പറഞ്ഞു, പിതാവേ, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള കാര്യം ഒഴികെ ബാക്കി എന്ത് വിഷയം വേണമെങ്കിലും പിതാവിന് എന്നോട് പറയാം. അപ്പോൾ ഞാൻ ആ മകളോട് പറഞ്ഞു, മകളെ, നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ വിഷയമല്ല, ലോക സമാധാനമല്ല. എനിക്ക് നിന്നോട് പറയാനുള്ള ഏക വിഷയം നീയും അവനും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കണം. അതിന് തടസ്സമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പരിഹരിക്കാൻ നോക്കാം. ഇതല്ലയോ? ഇതല്ലാതെ ഇപ്പോൾ നിന്നോട് പറയാൻ എനിക്ക് വേറെ വിഷയമില്ല. അപ്പോൾ അത് കേൾക്കുന്നതിന് പോലും മനസ്സില്ല. ഒരുമിച്ച് ജീവിക്കേണ്ടി വരുമോ എന്ന് ഈ കൊച്ച് ഭയപ്പെടുന്നു. അവളുടെ ഭയത്തിലൊന്നും യാഥാർത്ഥ്യമില്ല എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല. പക്ഷേ അതല്ലേ സഭയുടെ ഉത്തരവാദിത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സഭ ഇത് നിരന്തരമായി നമ്മളത് പറയുകയും അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തിൽ ഇവരെ നിലനിർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് കുടുംബങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇടവകകളിൽ അജപാലകർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിൻ്റെ സമയത്ത് വിവാഹം നടക്കുകയും കുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്യുമ്പോൾ വ്യത്യാസം നമുക്കുണ്ടാകും എന്നുള്ളത് സത്യമാണ്. സാറ് സൂചിപ്പിച്ച ഘടകങ്ങളൊക്കെ നിലനിൽക്കുന്നു. പക്ഷേ ആ ഘടകങ്ങൾക്കെല്ലാം ഒരു പ്യൂരിഫിക്കേഷൻ നമ്മുടെയും കൂടി ഇൻവോൾവ്മെൻറ്റിൽ ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് വിമൻസ് ലിബറേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയ ഒരു വാക്കാണ്. വിമൻസ് ലിബറേഷൻ എന്നതുകൊണ്ട് അതിൻ്റെ പ്രചാരകരായിട്ടുള്ള പ്രത്യേകിച്ചും ഇടതുപക്ഷത്തോട്ട് ചാഞ്ഞു നിൽക്കുന്ന ചിന്തകരെ സ്ത്രീയെ പുരുഷന് തുല്യമാക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞു വെച്ചത്. വാസ്തവത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരല്ല. രണ്ടുപേരും പരസ്പര പൂരകമായിട്ടുള്ള കോംപ്ലിമെൻ്ററിയാണ്, കോൺട്രിബ്യൂട്ടറിയാണ്. ആരും ആർക്കും മേലെയല്ല. പുരുഷന് പകരമാവാൻ സ്ത്രീക്കോ സ്ത്രീക്ക് പകരമാവാൻ പുരുഷനോ സാധിക്കില്ല. പക്ഷേ സ്ത്രീയും പുരുഷനും തുല്യരല്ല. അവർ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അവർ സ്റ്റാറ്റസിൽ തുല്യരാണ്. പക്ഷേ ജീവിതത്തിൽ അവർ പരസ്പരം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടവരാണ്. അപ്പോൾ പുരുഷൻ ഇരിക്കുക അല്ലെങ്കിൽ പുരുഷൻ്റെ സ്ഥാനത്തേക്ക് കയറിയിരിക്കാൻ ഉള്ള ആ ഒരു ചിന്ത ഒരു പരിധിവരെ സ്ത്രീകളെ പ്രസവിക്കുന്നതിൽ നിന്ന് തടയുന്നുണ്ട്. ഒരു അമ്മ എന്ന നിലയിലുള്ള വളരെ മഹനീയമായ പ്രപഞ്ചത്തിൽ അവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ആ ഉത്തരവാദിത്വം അത് പുരുഷൻ ആ കാര്യം ചെയ്യാത്തത് കൊണ്ട് സ്ത്രീയും അത് ചെയ്യേണ്ടതില്ല എന്നൊരു ചിന്തയിലേക്ക് അവരെ നയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അപജയത്തിന് ഈ വിമൻ ഇക്വാലിറ്റി എന്ന് പറയുന്ന ആ ഒരു വാക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ ആ അപജയത്തിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പിതാവ് കരുതുന്നുണ്ടോ? വിവാഹം കഴിച്ചു വന്ന ഈ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഇരിക്കുമ്പോൾ കൂട്ടുകാരൻ ഉപദേശിച്ചു കൊടുത്തു, എടാ, ഒരു കാരണവശാലും അവളോട് പറയരുത് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമെന്ന്, നിന്റെ കാര്യം കട്ടപ്പുകയാകും.
നീ ഭക്ഷണം ഉണ്ടാക്കി ചത്തുപോകത്തേ ഉള്ളൂ, അതുകൊണ്ട് ഒരു കാരണവശാലും അവൾ അറിയരുത് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമെന്ന്. ഇങ്ങനെ വിചാരിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. സാറ് സൂചിപ്പിച്ച അതേ വാക്ക്, ഇത് കോംപ്ലിമെൻ്ററിയും കോൺട്രിബ്യൂട്ടറിയുമാണ്. വീട്ടിലെ ഭക്ഷണം 2 ദിവസം കുടുംബനാഥൻ ഉണ്ടാക്കുന്നത് വഴി പ്രപഞ്ചത്തിൻ്റെ ആവാസ വ്യവസ്ഥിതി ഒന്നും തകർന്നു പോവുകയില്ല. സംഭവിക്കില്ല. ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ്. കഴിക്കാൻ പറ്റുന്നതാണോ? കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ്, ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഇത് ഈ വീട്ടിലെ ജോലി ചെയ്യുന്നതിന്, വീട്ടിലെ മുറികൾ അടിച്ച് വൃത്തിയാക്കുന്നതിന്, ഭക്ഷണം ഉണ്ടാക്കുന്നതിന്, തുണി അലക്കുന്നതിന്, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ ആവശ്യമായ അതുപോലത്തെ കാര്യങ്ങളിലൊന്ന് കോംപ്ലിമെൻ്ററി ആയി ചെയ്യുന്നതിന് ഒരു അപമാന ബോധമൊന്നും ആർക്കും ആവശ്യമേ ഇല്ല. ഇപ്പോൾ പിന്നെ അത് നിർബന്ധിതമായ ഒരു വ്യവസ്ഥയിലേക്ക് വരുന്നത് കൊണ്ട് എല്ലാവരും ചെയ്യുന്നുമുണ്ട്, പുറത്തധികം പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എന്തെടുത്തുകൊണ്ടിരിക്കുക, അയ്യോ ആരോടും പറയണ്ട ഞാൻ ബേബി സിറ്റിങ്ങിലാണ് എന്ന് പറയുന്ന കൂട്ടുകാരും തമാശകാരും ഒക്കെ ഉണ്ട്. ഇതൊന്നും ഒരു കോൺട്രഡിക്റ്ററി അല്ല, ഇതൊന്നും വിവാഹ ജീവിതത്തിൻ്റെ അപജയങ്ങളൊന്നുമല്ല എന്ന് ഞാൻ കരുതുന്നില്ല. പരസ്പരം സഹായിച്ച് എല്ലാം എൻ്റെ കാൽക്കൽ കൊണ്ടുവച്ചേക്കണം എന്ന് ചടിക്കുന്നൊരു ഭർത്താവ് ഈ യുഗത്തിലല്ല, അവർ പറയും ശിലായുഗത്തിലാണ്. ഈ യുഗത്തിൽ അങ്ങനെ ജീവിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതൊന്നും ഒരു പുരുഷൻ തോറ്റുപോയ മേഖലയായി ചിത്രീകരിക്കപ്പെടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. പരസ്പരം ആലോചിച്ചും അന്വേഷിച്ചും പരസ്പരം ഇരുന്നും കുടുംബത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവുമാണ് കുടുംബത്തിൻ്റെ ബലം. എന്നാൽ ഭർത്താവ് ഭാര്യയാകാനും ഭാര്യ ഭർത്താവാകാനും ശ്രമിക്കരുത്. നമ്മൾ തമാശയായിട്ടെങ്കിലും പറയും, സ്ത്രീയാണ് അവിടുത്തെ ഭർത്താവ് എന്ന് നമ്മൾ തമാശയായി ചിലപ്പോൾ പറയും, ചില ആളുകളുടെ പ്രത്യേകത കണ്ടുകൊണ്ട്. അല്ലെങ്കിൽ മറിച്ചും പറയും. ഭാര്യ ഭർത്താവാകുകയോ ഭർത്താവ് ഭാര്യയാകുകയോ ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇതൊരു കോംപ്ലിമെൻ്ററി റോളാണ്. ഇവിടെ ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ്റെ റിസൾട്ടൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല, ഇല്ല. അപ്പോൾ അതുകൊണ്ട് പുരുഷൻ ചെയ്യുന്ന മിക്കവാറും ജോലികളൊക്കെ തന്നെ ഇപ്പോൾ സ്ത്രീകൾ ചെയ്യുന്നു. വിമാനം പറപ്പിക്കാൻ പുരുഷനെ സാധിക്കൂ എന്ന് കരുതിയിരുന്നൊരു കാലമുണ്ട്. ഇന്ന് പെൺകുട്ടികൾ വിമാനം പറപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഈ കോൺട്രഡിക്റ്ററി ഒന്നുമല്ല. നമ്മൾ തെറ്റിദ്ധരിച്ച് അങ്ങനെ സാധ്യമല്ല എന്ന് കരുതിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പുരുഷൻ പ്രസവിച്ചതായി നമ്മളങ്ങും കേട്ടിട്ടില്ല. അപ്പം സാർ സൂചിപ്പിച്ച വിഷയം അതാ, അടിസ്ഥാനപരമായി അവരവർ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. മാതൃസ്നേഹം എന്നതിന് പകരമല്ല പിതൃസ്നേഹം. മാതൃവാത്സല്യം എന്ന കാര്യത്തിന് പകരമല്ലല്ലോ മറ്റേ വാക്ക് ഉപയോഗിക്കുന്നത്. അമ്മയുടെ ഭാവം എന്ന് പറയുന്നതിന് അപ്പൻ്റെ ഭാവം എന്ന് പറഞ്ഞ് അത് കോംപ്ലിമെൻ്ററി ആയി പൂർത്തീകരിക്കപ്പെടത്തില്ല. അപ്പോൾ അപ്പനായും അമ്മയായി നിൽക്കുന്ന ഒരു കാര്യം ഇത് ചോദ്യം ചെയ്യപ്പെടാനായിട്ട് സാധിക്കില്ല. ഇനി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? ഓരോ വ്യക്തിക്കും അവരുടെ അവസ്ഥ അനുസരിച്ച് നൽകപ്പെടുന്ന വിവേചന അധികാരത്തിൽ പ്രയോഗിക്കേണ്ട കാര്യമാണ്. അത് മറ്റൊരാളായി തീരാൻ വേണ്ടിയല്ല. എനിക്ക് ലഭിച്ചിട്ടുള്ള എൻ്റെ സ്വാതന്ത്ര്യം ഞാനെന്ന വ്യക്തി എനിക്ക് നിക്ഷിപ്തമായിരിക്കുന്ന എൻ്റെ കടമ നിർവഹിക്കുന്നതിനുള്ള ഒരു അവകാശത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ഒരു സന്തുലിതാവസ്ഥയിൽ ഇത് മനസ്സിലാക്കുമ്പോൾ കോൺട്രഡിക്ഷൻ ഇല്ല. നമ്മുടെ സ്ത്രീകൾ കുറേയേറെ അടിച്ചമർത്തപ്പെട്ടിരുന്നു എന്നതൊരു സോഷ്യൽ റിയാലിറ്റിയാണ്. പബ്ലിക്കിൽ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, അവർക്ക് വരാൻ പാടില്ല, അല്ലെങ്കിൽ പുരുഷന്മാർ സംസാരിക്കുന്നിടത്തേക്ക് അവർ വന്നിരുന്ന് കേൾക്കേണ്ട കാര്യമില്ല എന്ന് കരുതിയ കാലം കുറച്ചൊത്തിരി മാറിയിട്ടുണ്ട്. ഇപ്പോഴും പല സമൂഹങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. യൂറോപ്പിൽ രൂപപ്പെട്ട ഫെമിനിസം അതിൻ്റെ പല രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് വ്യാപിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
അതിനെ ആരോഗ്യപരമായ രീതിയിൽ വേണം നമ്മൾ കാണാനും പരിഹരിക്കാനും. ഒരു കാലത്ത് പുരുഷന് സ്ത്രീയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇനി അടുത്ത ഒരു വ്യാഴവട്ടക്കാലം തിരിച്ചാകട്ടെ എന്ന് കരുതുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഒന്നും ഭാഗമല്ല. ഇപ്പോൾ അങ്ങനെ ഒരു ചിന്തയല്ല, പരസ്പര പൂരകങ്ങളായിട്ടുള്ള ഒരു 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 സമീപനമാണ് നമ്മുടെ ഈ പുരുഷനും സ്ത്രീയും കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും അനുവർത്തിച്ച് പോരുന്നത്. ഈ വിഷയത്തിലുള്ള നമ്മളുടെ ഒരു പക്വമായ ചിന്ത നമുക്ക് ആവശ്യമുണ്ട്. ഇതിനേറ്റവും നല്ല ഒരു പ്രതലം നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളാണ്. ഇവിടെ ആരോഗ്യപരമായ പക്വമായ ഇക്കാര്യത്തിലുള്ളൊരു സമീപനം നിലനിർത്തിയാൽ പരസ്പരം ആലോചിച്ച് തീരുമാനമെടുക്കുക, പരസ്പരം പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളുമായി അവരുടെ വിഷയങ്ങൾ സംസാരിക്കുക, കുഞ്ഞുങ്ങളെ കേൾക്കുക. അപ്പോൾ എനിക്കറിയാം, ജോലിയുടെ എല്ലാ തിരക്കുണ്ടെങ്കിലും തിരിച്ച് വീട്ടിൽ ചെന്ന് കുഞ്ഞുങ്ങളെ കേട്ടതിന് ശേഷം കിടക്കുന്ന മാതാപിതാക്കൾ, ആ കുഞ്ഞുങ്ങൾക്ക് അന്ന് സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അപ്പനോട് പറയാൻ ഒരുപാടുണ്ട്. ഇതെല്ലാം മൂളി കേൾക്കുന്ന, ഇതിനകത്തൊന്നും ഒരു കാര്യവുമില്ല എന്ന് സ്വാഭാവിക ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്കിലും ഇതെല്ലാം ഗൗരവമായി അങ്ങനെയാണോ മോളെ എന്ന് ചോദിച്ച് കേൾക്കുന്ന ഒരപ്പൻ ഈ മകളെ സ്വന്തമാക്കി കഴിഞ്ഞു. ഇവിടെ അകൽച്ചയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്വതന്ത്ര മനസ്സും പക്വമായ മനസ്ഥിതിയും നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബനാഥനും കുടുംബനാഥയും തമ്മിൽ ഒരുമിച്ച് സമീപിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ ഒരു വലിയ വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രവുമായിട്ടൊന്നും വരേണ്ട കാര്യമില്ല. ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രക്കാർക്ക് അവരുടെ സംഘത്തിലേക്ക് ആളുകളെ കൂട്ടുക, ഏത് മാർഗം ഉപയോഗിച്ചും കൂട്ടുക, ഒരു ധാർമ്മികതയ്ക്കും കൂട്ടു നിൽക്കാതിരിക്കുക എന്നൊക്കെയുള്ളത് അവർക്ക് ചിരപരിചിതമായ സമീപനമാണ്. പക്ഷേ ആ പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒന്നും ഒരാത്മാവിനെയും രക്ഷിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ കാര്യത്തിലൊരു പക്വമായ സമീപനം സഭയ്ക്ക് പരിപോഷിപ്പിക്കാനുണ്ട്. സഭയിലും സ്ത്രീകളെ കുറച്ചുകൂടി ബഹുമാനത്തിൽ എടുക്കേണ്ടുന്ന ആവശ്യകതയുണ്ട്. ഇപ്പോഴും അതായത് പുരുഷന്മാർ ചെയ്താൽ ശരിയാകും. പള്ളി കമ്മിറ്റികളിലൊക്കെ മെമ്പർഷിപ്പ്, പള്ളി സെക്രട്ടറി, ട്രസ്റ്റി, ഇങ്ങനെയുള്ള ഈ മേഖലകളിൽ ഇപ്പോൾ സ്ത്രീകൾ നന്നായി ചെയ്യുന്നുണ്ട്. രാജ്യത്തിൻ്റെ ഭരണാധികാരിയാകാമെങ്കിൽ ഒരു പാരീഷിലെ കൗൺസിലിലെ സെക്രട്ടറി ആകുന്നതിന് സാധിക്കില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു പക്വമായ സമീപനം നമുക്കും ആവശ്യമുണ്ട്. ഈ സാധിക്കുന്ന മേഖലകളിലൊക്കെ ഈ ഒരു പരിഗണനയിലും ബഹുമാനത്തിലും മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു വലിയ ഏറ്റക്കുറച്ചിൽ, അല്ലെങ്കിൽ ഈ വിമോചനത്തിൻ്റെ ഈ ശാസ്ത്രവും അടിമത്വത്തിൻ്റെ ഈ ശാസ്ത്രവും എന്ന് രണ്ട് തട്ടി നിൽക്കാതെ പരസ്പര പൂരകങ്ങളായ ഭാര്യ ഭർത്താക്കന്മാർ എന്ന ആ ഒരു ബന്ധത്തിൽ മുൻപോട്ട് പോകാൻ കുടുംബങ്ങൾക്ക് കഴിയും. പൊതുസമൂഹത്തിനും നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ നൽകുന്ന വലിയ സംഭാവനയായി അത് നിലനിൽക്കുകയും ചെയ്യും. അപ്പം പിതാവെ നന്ദി. നമ്മൾ കുറേ നേരമായിരുന്നു സംസാരിക്കുന്നു. പിതാവ് യാതൊരു ക്ഷീണവും കാണിക്കാതെ ശാലോം ടി വി പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സമയം സംവദിച്ചതിന് ശാലോം ടി വി പ്രേക്ഷകരുടെ പേരിൽ ഞാൻ പിതാവിന് നന്ദി പറയുന്നു. സാറിനെ പോലെ നലം തികഞ്ഞ അധ്യാപകനോട്, ഞാനൊരു അധ്യാപകൻ്റെ മകൻ കൂടിയാണ്, സംസാരിക്കുന്നതിലും സഭയുടെ വിശ്വാസങ്ങളും സഭയുടെ ധാർമ്മികതയും ഈ ദേശത്തെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചുള്ള ബോധവുമെല്ലാം പ്രകടിപ്പിക്കുന്ന ഒരു അധ്യാപകനോട് ഇടപഴകാനും അധ്യാപകനിലൂടെ ശാലോമിൻ്റെ ബഹുമാന്യരായ പ്രേക്ഷകരോട് സംവേദിക്കുന്നതിനൊക്കെ ഇടയായി എന്നുള്ളതും ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി തന്നെ കാണുന്നു. സാറിനെയും കുടുംബത്തെയും എല്ലാ പ്രേക്ഷകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.